നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. തളി, പിലാക്കാട്, കുണ്ടന്നൂർ, ചീരമ്പത്തൂർ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പന്നിശല്യം ഒഴിവാക്കാനായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് ഇരുവരും മരിച്ചതെന്ന് പ്രാഥമിക നിഗമനം. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരിവേട്ട. 18 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 4 പേർ അറസ്റ്റിൽ. ചാവക്കാട് എടക്കഴിയൂർ ചിന്നക്കൽ ഷാഫി, അകലാട് മുന്നേനി കളപ്പുരയ്ക്കൽ അക്ബർ, അണ്ടത്തോട് വലിയകത്ത് നിയാസ്, പാലയൂർ മരക്കാർ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ PM പ്രവീണും തൃശൂർ കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. പുതുതലമുറ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്ന് K. രാധാകൃഷ്ണൻ MP. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും കിടങ്ങൂർ പാടശേഖര സമിതിയും ജ്ഞാനോദയം ഗ്രന്ഥശാലയും സംയുക്തമായി നടത്തിയ ഞാറുനടിയിൽ മഹോത്സവം MP ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M. ജോണി എന്നിവരാണ് സമരം നടത്തുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നിയൂർ എടക്കര പുത്തൻതറയിൽ അഷ്റഫിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരിവേട്ട. 18 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 4 പേർ അറസ്റ്റിൽ. ചാവക്കാട് എടക്കഴിയൂർ ചിന്നക്കൽ ഷാഫി, അകലാട് മൂന്നേനി കളപ്പുരയ്ക്കൽ അക്ബർ, അണ്ടത്തോട് വലിയകത്ത് നിയാസ്, പാലയൂർ രായമരക്കാർ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ PM പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അന്തർ സംസ്ഥാന ലഹരി സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നാണ് കരുതുന്നത്. ആന്ധ്രയിൽ നിന്നും കൊണ്ടുവരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും ചാവക്കാട് തീരമേഖല കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇവരുടെ പതിവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ കമ്മീഷണറുടെ സ്ക്വാഡിന്റെ സഹായത്തോടെ ചാവക്കാട് റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ മേഖലയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതികൾ വലയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ ഞായറാഴ്ച കോടതിയിൽ ഹാജരാക്കും. കാട്ടുപന്നിയെ പിടികൂടുവാൻ പാടശേഖരത്തിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ചു. വരവൂർ പിലാക്കാടാണ് സംഭവം. പിലാക്കാട് കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ, സഹോദരൻ അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സഹോദരന്മാരെ പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്നാണ് പന്നിയെ പിടികൂടാൻ അനധികൃതമായി സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്ന് കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുവായ മണിയെന്ന് വിളിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷി ചെയ്യാതെ പുല്ല് മൂടിക്കിടക്കുന്ന പാടത്തിനു ചുറ്റുഭാഗത്തും പല ഭാഗങ്ങളിലും കാട്ടുപന്നിയെ പിടികൂടാൻ ഇരുമ്പ് കമ്പി കെട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത മോട്ടോർ പുരയിൽ നിന്നാണ് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത്. രാത്രിയിൽ മീൻ പിടിക്കാൻ പാടശേഖരത്തിലുള്ള പനങ്കുറ്റിക്കുളത്തിന് സമീപത്തേക്ക് പോകുമ്പോഴാണ് കമ്പിയിൽ ചവിട്ടി ഇവർക്ക് ഷോക്കേറ്റത്. 2 മൃതദേഹങ്ങളും തൊട്ടാണ് കിടക്കുന്നത്. സമീപം പിടികൂടിയ മത്സ്യങ്ങളും വെളിച്ചത്തിനായി കരുതിയ ടോർച്ചും മൊബൈൽ ഫോണും കിടക്കുന്നുണ്ട്. പാടശേഖരത്തിന്റെ മറുവശത്ത് സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കാട്ടുപന്നിയും ചത്തുകിടക്കുന്നുണ്ട്. കമ്പികൾ പഴക്കമുള്ളതിനാൽ കാലങ്ങളായി ഇത്തരത്തിൽ വൈദ്യുതി പ്രവഹിപ്പിച്ച് പന്നികളെ പിടികൂടാറുണ്ടെന്നാണ് നിഗമനം. അരവിന്ദാക്ഷൻ അവിവാഹിതനാണ്. 2 പേരും തറവാട്ടിലാണ് താമസം. കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പന്നിയെ വേട്ടയാടിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കേസെടുത്തിട്ടുണ്ട്. KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. സംസ്കാരം ഞായറാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M. ജോണി എന്നിവർ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങി. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള 20ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. കിഴക്കേനടയിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുൻവശത്ത് ആരംഭിച്ച നിരാഹാര സമരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഷൈജൻ വത്സൻ, MV ബിജു, അക്ബർ പേരകം, ജവഹർ വേട്ടത്ത്, VS സുനീവ്, സുവർണ ഉണ്ണികൃഷ്ണൻ, ബാലൻ വാറനാട്ട്, ഹക്കിം ഇമ്പാർക്ക് തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കി അനാശാസ്യ പ്രവർത്തനങ്ങളും മോഷണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ കർശന നടപടിയെടുക്കണമെന്നും ശിവജി ഗുരുവായൂർ ആവശ്യപ്പെട്ടു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നിയൂർ എടക്കര പുത്തൻതറയിൽ അഷ്റഫിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത്. പിഴ സംഖ്യയിൽ നിന്ന് 50,000 രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. 2018-ൽ പെൺകുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി വീടിന്റെ അടുക്കളയിൽ വെച്ചാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് വിവരം പുറത്തറിഞ്ഞതോടെ വീട്ടുകാർ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. SHO അമൃതരംഗന്റെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഭിഭാഷകരായ രഞ്ജിക ചന്ദ്രൻ, അശ്വതി KN, സിന്ധു മഹേഷ് കുമാർ എന്നിവർ ഹാജരായി. വടക്കേക്കാട് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KG ബിന്ദു പ്രോസിക്യൂഷനെ സഹായിച്ചു. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ പുതുതലമുറ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്ന് K രാധാകൃഷ്ണൻ MP. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും കിടങ്ങൂർ പാടശേഖര സമിതിയും സംയുക്തമായി നടത്തിയ ഞാറുനടിയിൽ മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. കർഷകരുടെ അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ MP ഇന്നത്തെ യുവതലമുറ കാർഷിക മേഖലയിൽ കൂടുതൽ സജീവമാകണമെന്നും പറഞ്ഞു. അന്നം തരുന്ന കർഷകരില്ലെങ്കിൽ നാമെല്ലാം വട്ടപൂജ്യമാണ്. അരിയും പച്ചക്കറിയും പൂക്കളുമെല്ലാം ഇവിടെ നല്ല രീതിയിൽ വിളയിക്കാമെന്ന് നാം തെളിയിച്ചതാണ്. കാലാവസ്ഥയുടെ വ്യതിയാനമുണ്ടെങ്കിലും നമ്മുടെ മണ്ണ് വളക്കൂറുള്ളതാണ്, MP കൂട്ടിച്ചേർത്തു. മെഡിക്കൽ സയൻസിലും എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ രംഗത്തും മാത്രമല്ല തൊഴിലവസരമെന്നും കൃഷി പഠിച്ച് മണ്ണിലിറങ്ങിയാലും നല്ല രീതിയിൽ ജീവിക്കാനാകുമെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, കടങ്ങോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, NSS കുന്നംകുളം ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ, കൃഷി ഓഫീസർ ബിബിൻ പൌലോസ്, 16ാം വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, പോർക്കുളം പഞ്ചായത്ത് അംഗം നിമിഷ വിജീഷ്, PTA പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ്, PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ്, MPTA പ്രസിഡന്റ് സുനിത അജി, മരത്തംകോട് സ്കൂൾ പ്രധാന അധ്യാപിക രശ്മി ടീച്ചർ, OSA പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ, പാടശേഖര സമിതി പ്രസിഡന്റ് അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. NSS ജില്ലാ കൺവീനർ MV പ്രതീഷ് സന്ദേശം വായിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് AA ബീന സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ NA ഡോക്ടർ വിനീത നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് വേലൂർ. എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറത്ത് കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 5 യുവാക്കൾക്ക് പരിക്കേറ്റു. പുതുരുത്തി സ്വദേശികളായ 21 വയസ്സുള്ള അതുൽ, 21 വയസ്സുള്ള റാഫി, 22 വയസ്സുള്ള അനൂജ്, 20 വയസ്സുള്ള എൻവിൻ, 20 വയസ്സുള്ള അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 1:30യോടെയാണ് അപകടമുണ്ടായത്. അക്കിക്കാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ പാറപ്പുറം സ്കൂൾ കഴിഞ്ഞുള്ള പാടശേഖരത്തിൽ വെച്ചാണ് മറിഞ്ഞത്. റോഡിൽ 3 തവണ മറിഞ്ഞ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിൽ ഇടിച്ചു നിന്നു. കാർ താഴ്ചയിലുള്ള പാടത്തേക്ക് മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡരികിൽ ഉണ്ടായിരുന്ന സ്കൂട്ടറിലും കാർ ഇടിച്ചിട്ടുണ്ട്. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. സ്കൂട്ടറിനും ട്രാക്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുനരാരംഭിച്ച നിർമ്മാണ പ്രവൃത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ 150 മീറ്ററിലേറെ നീളത്തിൽ ടൈൽ വിരിക്കൽ പൂർത്തിയാക്കി. സിറ്റി സെന്റർ ഓഡിറ്റോറിയം മുതൽ കേച്ചേരി ജംഗ്ഷൻ വരെയുള്ള 200 മീറ്റർ റോഡിലാണ് കട്ട വിരിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 200 മീറ്റർ നീളത്തിൽ കട്ട വിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളും വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതും വലിയ മെറ്റൽ വിരിച്ച് നിരപ്പാക്കി ബേബി മെറ്റൽ ഇറക്കി നിരപ്പാക്കിയ ശേഷമാണ് ഇന്റർലോക്ക് ടൈൽസ് വിരിക്കുന്നത്. ടൈൽ വിരിക്കുന്ന പ്രവൃത്തി 2 ദിവസത്തിനകം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ടൈൽ വിരിക്കുന്നത് പൂർത്തീകരിച്ചാൽ വിരിച്ച കട്ടകളുടെ വശങ്ങളിൽ കോൺക്രീറ്റിംഗ് നടത്തും. ടൈൽസ് ഇളകിപ്പോകാതിരിക്കാനും റോഡിന്റെ ഉറപ്പിനും വേണ്ടിയാണ് കോൺക്രീറ്റിംഗ് നടത്തുന്നത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ 10 ദിവസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്ന പ്രതീക്ഷയാണ് പൊതുമരാമത്ത് വകുപ്പിനുള്ളത്. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലും കേച്ചേരി പന്നിത്തടം റോഡിലും പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് ടൈൽ വിരിക്കുന്നത്. വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ എടുത്തുമാറ്റി നിർമ്മാണം നടക്കുന്ന റോഡിലേക്ക് രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ കയറ്റുന്ന പ്രവണത കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവരികയാണ്. ഇതുമൂലം നിർമ്മാണ പ്രവൃത്തിക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. പലയിടത്തും വാഹനങ്ങൾ കയറിയ ഭാഗങ്ങളിൽ കട്ടകൾ ഇളകി മാറിയതിനാൽ
വീണ്ടും പ്രവൃത്തി ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. ഇത്തരം പ്രവൃത്തി നടത്തുന്ന വാഹനങ്ങൾ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുന്നംകുളം പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം ഉപജില്ലാ കായികമേള തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കുന്നംകുളം AEO A. മൊയ്തീൻ പതാക ഉയർത്തും. ചൊവ്വാഴ്ച നടക്കുന്ന കായികമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിക്കും. 92 ഇനങ്ങളിലായി 100ഓളം വിദ്യാലയങ്ങളിലെ കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ പങ്കെടുക്കുന്ന 2500ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഭക്ഷണം ഒരുക്കുമെന്നും പബ്ലിസിറ്റി കൺവീനർ PN ഗോപാലകൃഷ്ണൻ, സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജീഷ് മാസ്റ്റർ, റിസപ്ഷൻ കൺവീനർ ജിജു മാസ്റ്റർ, CC ഷെറി, ജാബിർ മാസ്റ്റർ, ഡെന്നി മാസ്റ്റർ, സിജു മാസ്റ്റർ എന്നിവർ അറിയിച്ചു. കുന്നംകുളം സബ് ജില്ലയുടെ കായികമേള ഈ വരുന്ന 7, 8, 9 തീയതികളിലായിട്ട് കുന്നംകുളം മോഡൽ ബോയ്സ് സിന്തറ്റിക് ട്രാക്കിലാണ് മേള നടക്കുന്നത്. ഏകദേശം 1500ഓളം കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന മേളയായിട്ടാണ് ഈ കുന്നംകുളം ഉപജില്ലാ കായികമേള നടക്കുന്നത്. ആദ്യ ദിനം കുന്നംകുളം AEO ശ്രീ മൊയ്തീൻ സാർ പതാക ഉയർത്തി മേളയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് 3 ദിവസങ്ങളിൽ ഏകദേശം 92 ഇവൻറ്റുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാളിന് കൊടിയിറങ്ങി. പഴഞ്ഞി മുത്തപ്പൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ 339ാം ഓർമ്മ പെരുന്നാളാണ് ഒക്ടോബർ 2, 3 തീയതികളിലായി ആഘോഷിച്ചത്. വെള്ളിയാഴ്ച നടന്ന പ്രസിദ്ധമായ ലേലം വിളിക്കും ഭണ്ഡാരം എണ്ണലിനും ശേഷം ശനിയാഴ്ച പുലർച്ചെ 4-ന് ഇടവക വികാരി ഫാദർ ജോൺ ഐസക് പെരുന്നാൾ കൊടിയിറക്കി. സഹവികാരി ആന്റണി പൗലോസ്, ഇടവക ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ P എന്നിവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും സംബന്ധിച്ചു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വറ്റിയത് മുണ്ടകൻ കൃഷിക്ക് ഒരുങ്ങുന്ന കർഷകരെ പ്രതിസന്ധിയിലാക്കി. കണ്ടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാതായതോടെ ഉഴവ് നടത്താൻ സാധിക്കാതെ നടീൽ നീട്ടിവെക്കുകയായിരുന്നു. ഞാറ്റടികളിൽ വളർത്തിയ നെൽച്ചെടികൾ പറിച്ചു നടാനുള്ള മൂപ്പെത്തിയിട്ടുണ്ട്. നടീൽ ഇനിയും വൈകിയാൽ ഞാറ്റടികൾ ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിൽ പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ഇതിനായി 16,000 രൂപയോളം ചെലവാക്കി ചാലുകൾ തയ്യാറാക്കുകയും വൈദ്യുതിക്ക് ഡെപ്പോസിറ്റ് നൽകുകയും ചെയ്തു. വടക്കുമുറി ഭാഗത്തുള്ള പൊതുകുളത്തിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. കൃഷിയുടെ ആരംഭത്തിൽ ഇത്തരത്തിലുള്ള ജലക്ഷാമം മുൻപുണ്ടായിട്ടില്ലെന്ന് കർഷകർ പറഞ്ഞു. പാടത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതികൾക്കു വേണ്ടി പൈപ്പിടൽ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് കാനകളും ചാലുകളും മൂടിപ്പോയതാണ് വെള്ളം നേരത്തെ വറ്റാൻ കാരണമെന്ന് പറയുന്നു. പാടത്തേക്ക് മഴവെള്ളം എത്തിച്ചിരുന്ന ചാലുകളാണ് ഇല്ലാതായത്. മഴ വിട്ടു നിൽക്കുകയും വെയിൽ കടുക്കുകയും ചെയ്തത് മുണ്ടകൻ കൃഷിക്ക് പ്രതികൂലമാകുമെന്ന് കർഷകർ പറയുന്നു. ഈ സ്ഥിതി തുടർന്നാൽ കൃഷി പരാജയപ്പെടാനും സാധ്യതയുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നംകുളത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അജ്ഞാതൻ മരിച്ചു. വെള്ളിയാഴ്ചയാണ് കുന്നംകുളം മത്സ്യ മാർക്കറ്റിന് സമീപം അബോധാവസ്ഥയിൽ വീണുകിടക്കുന്ന നിലയിൽ പ്രായം ചെന്നയാളെ കണ്ടെത്തിയത്. പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 04885 22 22 11 എന്ന നമ്പറിലോ അറിയിക്കുക. സംസ്ഥാന സ്കൂൾ കബഡി മത്സരത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ജില്ലാ ടീം സംസ്ഥാന ചാമ്പ്യന്മാരായി. പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗത്തിലാണ് ജില്ലാ ടീം ചാമ്പ്യന്മാരായത്. ജില്ലാ ടീമിനു വേണ്ടി പഴഞ്ഞി കബഡി അക്കാദമിയിലെ AS ആഷിമ, KS സാന്ദ്ര, KH ആര്യ, TS മാളവിക, KS നിവേദ്യ, KV വൈഗ എന്നിവരാണ് കളിച്ചത്. ടൂർണമെന്റിലെ മികച്ച താരമായി AS ആഷിമയെ തെരഞ്ഞെടുത്തു. സംസ്ഥാന ടീമിലും AS ആഷിമ സ്ഥാനം പിടിച്ചു. പരിശീലകരായ ലിജോ C ജോർജ്, ശ്യാം, ഗവൺമെന്റ് സ്കൂളിലെ കായികാധ്യാപകൻ K സുജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലാ ടീം മിന്നും ജയം നേടിയത്. ചിത്രകൂട് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ പുന്നയൂർകുളത്ത് നീർമാതള വർണ്ണങ്ങൾ എന്ന പേരിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 5 മണി വരെ കമലാ സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ നടത്തിയ ക്യാമ്പിൽ 25ഓളം കലാകാരന്മാരാണ് തത്സമയം ചിത്രം വരച്ചത്. M രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പുന്നയൂർകുളം ആർട്ട് ഗാലറി കോർഡിനേറ്റർ ആർട്ടിസ്റ്റ് ഗിരീശൻ ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. അർക്കൽ ഉമ്മർ മാസ്റ്റർ, സുകുമാരൻ, ദിലീപ് സ്വസ്തിക് തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രക്കൂട് വാട്സപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർ ജെയ്സൺ ഗുരുവായൂർ സ്വാഗതവും സുബൈർ നമ്പഴിക്കാട് നന്ദിയും പറഞ്ഞു. തത്സമയം വരച്ച ചിത്രങ്ങൾ മറ്റൊരു ദിവസം പ്രദർശിപ്പിക്കും.
ഗുരുവായൂർ നഗരസഭയുടെ അധീനതയിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസ് വഴി നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ AK അജിതകുമാരി മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ റെജീന തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം പണിതത്. ചൂണ്ടൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി ജോലിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. തൂവാനൂർ വാർഡിൽ ചിറപ്പറമ്പ് മണ്ഡകത്തിങ്കൽ 80 വയസ്സുള്ള കേശവനാണ് ശനിയാഴ്ച രാവിലെ കുഴഞ്ഞു വീണു മരിച്ചത്. രാവിലെ തൂവാനൂരിലെ ജോലി സ്ഥലത്ത് മറ്റു തൊഴിലാളികൾക്കൊപ്പം ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംസ്കാരം നടത്തി. ശാന്തയാണ് ഭാര്യ. ഷീജ, ഷീബ, ഷിനി, ഷിജിത്ത്, ഷീബു എന്നിവർ മക്കളാണ്. വേലൂർ പാത്രമംഗലം പാലത്തിന് സമീപം കാറിനു പുറകിൽ സ്കൂട്ടർ ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ വേലൂർ പൂങ്ങാട്ട് വീട്ടിൽ അഖിലയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിൽ തൃശൂർ കുന്നംകുളം ഹൈവേയിൽ എരനെല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപം നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിലെ ശുചിമുറി കേന്ദ്രത്തിന്റെ നടത്തിപ്പ് പരിപാലനം, റിഫ്രഷ്മെന്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പ് പരിപാലനം എന്നിവ ഏറ്റെടുത്ത് നടത്തുന്നതിന് താൽപ്പര്യമുള്ള കുടുംബശ്രീ സംരംഭക ഗ്രൂപ്പുകൾ, സംഘടനകൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് മുൻഗണന. 2024 ഒക്ടോബർ 8-നകം അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷം ഭക്തി നിർഭരമായി സമാപിച്ചു. ഒക്ടോബർ 3, 4 തീയതികളിലായാണ് തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പെരുന്നാൾ ആഘോഷിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം. വെള്ളിയാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം. 8:30-ന് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവകാംഗവുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും വന്ധ്യ വൈദിക ശ്രേഷ്ഠരുടെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പൽ എന്നിവ നടന്നു. പള്ളി വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച നമസ്കാരത്തിന് ശേഷവും വെള്ളിയാഴ്ച വൈകിട്ടും വിവിധ ആഘോഷ കമ്മിറ്റിക്കാരുടെ വാദ്യാഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആവേശകരമായ എഴുന്നള്ളിപ്പുകളും നടന്നു. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടെ വളർത്തേണ്ടത് അമ്മമാരുടെ ഉത്തരവാദിത്വമാണെന്ന് മുൻ ആലത്തൂർ MP രമ്യ ഹരിദാസ്. മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് ലെവൽ ഏകദിന ക്യാമ്പ് പാറേമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ സ്വപ്ന രാമചന്ദ്രൻ, സൈബ താജുദ്ദീൻ, ലാലി വിൻസെന്റ്, കോൺഗ്രസ് നേതാക്കളായ KC ബാബു, ബിജോയ് ബാബു, CB രാജീവ്, K ജയശങ്കർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, VV ബാലചന്ദ്രൻ, KA ജ്യോതിഷ്, സുമ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ കൈപിടിച്ചു വരാൻ പോകുന്നത് മക്കളായിരിക്കാം, നിങ്ങളുടെ കൊച്ചുമക്കളായിരിക്കാം. നിങ്ങൾ പങ്കെടുക്കുന്ന കുടുംബയോഗങ്ങളിൽ, നിങ്ങൾ പങ്കെടുക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം ക്യാമ്പുകളിലേക്ക് പോകുമ്പോൾ അവരെ കൂടി കൈപിടിച്ചു കൊണ്ടുപോയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ തലമുറയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും, അത് മഹിളാ കോൺഗ്രസിന് മാത്രമാണ് അത് കഴിയുക. 1/4 നൂറ്റാണ്ടോളം രാജ്യത്തെ സേവിച്ച ധീരജവാന് ആദരവുമായി ചൂണ്ടൽ പഞ്ചായത്ത് ഭരണാധികാരികൾ. 24 വർഷം രാജ്യസേവനം നടത്തി വിരമിച്ച K രഘുവിനെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ കാളിയം വീട്ടിൽ പരേതനായ ശങ്കരൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായ രഘു 2000-ലാണ് പട്ടാളത്തിൽ ചേരുന്നത്.
പട്ടാളക്കാരനായിരുന്ന അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ രാജ്യസ്നേഹം ചെറുപ്പം തൊട്ടുതന്നെ രഘുവിനെ രാജ്യസ്നേഹനത്തിന്റെ വഴിയിലേക്ക് നയിച്ചിരുന്നു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂൾ, പേരാമംഗലം ശ്രീദുർഗവിലാസം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇലക്ട്രീഷ്യനായി കേച്ചേരിയിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് പട്ടാളത്തിൽ ചേരാൻ അവസരമൊരുങ്ങിയത്. ഗണ്ണർ തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച രഘു ജമ്മുവിലും രാഷ്ട്രീയ റൈഫിൾസിലും സേവനം ചെയ്തു. 24 വർഷത്തിനു ശേഷം നായക് സുബേദാർ തസ്തികയിൽ നിന്നാണ് രഘു പട്ടാള ജീവിതത്തിന്റെ പരിസമാപ്തി കുറിച്ചത്. സേവനത്തിൽ നിന്ന് വിരമിച്ച രഘുവിനെ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ എന്നിവരെത്തിയാണ് രഘുവിനെ ആദരിച്ചത്. പ്രസിഡന്റ് പൊന്നാടയണിയിച്ച് മൊമന്റോയും സമ്മാനിച്ചു. ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായാണ് ഓരോ പട്ടാളക്കാരനും രാജ്യത്തെ സേവിക്കുന്നതെന്ന് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു. അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള രഘുവിനെ പോലുള്ളവരും ഉണ്ടെന്നുള്ളത് അഭിമാനമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്ത നമ്മുടെ സൈനികനാണ് നമ്മുടെ ഈ വാർഡിലുള്ളത്. 24 വർഷം ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്ത് നമ്മുടെ രാജ്യത്തിന് സേവനം ചെയ്ത് ഇന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി പോരാടിയത്. സ്ഥിരമായി സേവനമാണ് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ രഘുവിന്റെ ഭാര്യ സൗമ്യ, മക്കളായ അതുൽ കൃഷ്ണ, ആയുഷ് കൃഷ്ണ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് വയലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ശ്രദ്ധേയമായി. ഹെഡ്മാസ്റ്റർ GO V ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും അധ്യാപകരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. നമ്മുടെ ബാപ്പുജി എന്ന വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിനിധി സഞ്ജയ് കൃഷ്ണയും, രാഷ്ട്രപിതാവ് എന്ന വിഷയത്തിൽ അധ്യാപക പ്രതിനിധി ഫ്ലൈമി C പ്രസാദും സംസാരിച്ചു. ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ കുട്ടികൾ ഏറ്റുചൊല്ലി. ഗാന്ധി സൂക്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്മൃതി സദസ്സിൽ പങ്കാളികളായി. ചിത്രങ്ങളും സൂക്തങ്ങളും ഉൾപ്പെടുത്തി കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് തയ്യാറാക്കിയ ഗാന്ധി സ്മൃതി ജാലകം ആകർഷകമായി. കുട്ടികൾക്കായി ക്വിസും ശുചീകരണ സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു. അധ്യാപകരായ വിൻസി ജോസ്, AACC ജോളി ജോസ്, മിനി CG എന്നിവർ നേതൃത്വം നൽകി. കോട്ടോൾ ഷൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബീരാവുണ്ണി മുസ്ലിയാരുടെ 49ാം ആണ്ടുനേർച്ചയുടെ ഭാഗമായി പ്രഭാഷണവും ദുവാ മജ്ലിസും സംഘടിപ്പിച്ചു. സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് അബ്ദുസലാം ബാഖവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് VA ഉമർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സമസ്ത തൃശൂർ ജില്ലാ ട്രഷറർ സുലൈമാൻ ദാരിമി ഏലംകുളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ഹാഫിൽ സയ്യിദ് അസനി അൽ ഹിക്മുദ് ദുവാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സയ്യിദ് അലിയാർ തങ്ങൾ അൻവറി അൽ ബുഖാരി മണ്ണാർക്കാട് ദുവായ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് ട്രഷറർ KA ഷാഹു, മഹല്ല് പരിപാലന സമിതി സെക്രട്ടറി MM ഇബ്രാഹിം മുസ്ലിയാർ, കോട്ടോൾ മഹല്ല് സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലന സമിതി വൈസ് പ്രസിഡന്റ് MK അബ്ദുൽ ഗനി, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ നടക്കുന്ന ഭക്ഷണ വിതരണത്തോടുകൂടി ആണ്ട് നേർച്ചയ്ക്ക് സമാപനമാകും. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിനോട് ചേർന്ന് ഹരിത കർമാംഗങ്ങൾ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. കടവല്ലൂർ പഞ്ചായത്തിലെ 13ാം വാർഡ് പുത്തൻകുളം ആലുംതയ്യിൽ പാറയ്ക്കൽ പരേതനായ റഫീഖിന്റെ വീട്ടുമതിലിനോട് ചേർന്നാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ സമാഹരിച്ചു തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകളാണ് 1 വർഷത്തോളമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ റോഡരികിൽ കിടക്കുന്നത്. വീട്ടുടമ പാറയ്ക്കൽ റമീമ പഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ പരിഹാരമായില്ല. പുത്തൻകുളം ഗ്രൗണ്ടിന് സമീപം സ്ഥിരമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പതിവാണ്. മാംസാവശിഷ്ടങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങിയവ സ്ഥിരമായി വലിച്ചെറിയുന്നതായും പരാതിയുണ്ട്. രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ വാഹനങ്ങളിൽ വന്ന് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് കടന്നു കളയുന്നത്. മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായി സഞ്ചരിക്കുന്ന പാത കൂടിയാണിത്. മാലിന്യ നിക്ഷേപം മൂലം തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിക്കുകയാണ്. മേഖലയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തുകയും വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ 1 കൊല്ലമായിട്ട് ഇവിടെ മാലിന്യത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അത് നിറഞ്ഞിട്ട് ആൾക്കാർ വീടിന്റെ ഫ്രണ്ടിൽ മാലിന്യം ഇടൽ തുടങ്ങിയേക്കണ്. അപ്പൊ പഞ്ചായത്ത് ഓഫീസർമാർക്കൊക്കെ
റിട്ടേൺ കംപ്ലൈന്റും പോയി ചെന്നിട്ടും പരാതികൾ കൊടുത്തിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു നടപടികളും ഉണ്ടാവില്ല. പഞ്ചായത്ത് ഓഫീസർ കൊടുത്ത തലേത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിക്കും അതുപോലെ തന്നെ വാർഡ് മെമ്പർക്കടക്കം ഇതിന്റെ പരാതി കൊടുത്തു. ഇതിനൊരു നടപടിയും ഇവിടുന്ന് പഞ്ചായത്ത് അധികാരികളുടെയും വാർഡ് അധികാരികളുടെയും മേലുണ്ടായിട്ടില്ല. പിന്നെ പ്രതിഷേധ സമരത്തിന് RM ഷംസു, റയീസ് പാറക്കൽ, അസ്ലം VA, മിറാഷ് KH എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഒരുമനയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ച ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. സ്വച്ഛ് സേവാ മിഷന്റെ മാലിന്യമുക്ത കേരളം എന്ന ആശയത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചത്. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലീഡർ അമൽ PA അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥിനി ദേവിക രഞ്ജിത്ത് സംസാരിച്ചു. തുടർന്ന് ഹരിതകർമ്മസേനയിലെ ഓരോ അംഗങ്ങളെയും വിദ്യാർത്ഥികൾ പൊന്നാട അണിയിച്ചു ആദരിച്ചു. അധ്യാപകരായ സിന്ധു പുഷ്പൻ, സ്മിത, ജീവ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷവും തിരുശേഷിപ്പ് വണക്കവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയ യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളാണ് ഇടവക ആഘോഷിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:30 നടന്ന പെരുന്നാൾ സന്ധ്യാ നമസ്കാരത്തിന് ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. വചന സന്ദേശം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന 8-ന് ഹൈറേഞ്ച് മേഖലയുടെ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. മധ്യസ്ഥ പ്രാർത്ഥന, പെരുന്നാൾ സന്ദേശവും നടത്തും. തുടർന്ന് വെള്ളി കുരിശുകളേന്തി നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവും, തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പുറത്തെടുത്ത് വിശ്വാസികൾ വണങ്ങും. നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശൽമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ് പെരുമ്പിലാവ്. അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ അറബിക് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റിയും മാപ്പിളപ്പാട്ട് ഗായകനുമായ U മുഹമ്മദ് റാഫിയെ ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് PK റംല, ചാവക്കാട് മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ, സലീം മാസ്റ്റർ, വിദ്യാർത്ഥികളായ KS മുഹമ്മദ് അമൽ, PI സിയാൻ, C ഫാത്തിമ നസ്രീൻ, MA തമന്ന തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ പേരകം സപ്താഹ കമ്മിറ്റിയുടെ 6ാമത് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 6-ന് മാതൃസമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും. വൈകിട്ട് 3-ന് മുതുവട്ടൂർ ചെട്ടിയാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയിലേക്ക് ഭാഗവത ഗ്രന്ഥവും വിഗ്രഹവുമായി ഘോഷയാത്ര ഉണ്ടാകും. സ്വാമി ശങ്കര വിശ്വാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഭാരവാഹികളായ ബാബു കളത്തിൽ, ബാലസുബ്രഹ്മണ്യൻ, ബേബി കരിപ്പോട്ടിൽ, KR ചന്ദ്രൻ, ഭാസ്കരൻ കളത്തുപുറത്ത്, സഹദേവൻ തറയിൽ, KP പ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുന്നൂർ എടക്കര ഷർഫുൽ ഇസ്ലാം മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഷർഫുൽ ഹുദയുടെ നേതൃത്വത്തിൽ മിലാദ് നൈറ്റ് 2K24 നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഷർഫുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് എടക്കര മഹൽ ഖത്തീബ് അബൂബക്കർ ലത്തീഫി ഉദ്ഘാടനം ചെയ്തു. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് MK ജലീലിന്റെ അധ്യക്ഷതയിൽ വിവിധ മദ്രസകളിലെ കുട്ടികളുടെ മതഗാന മത്സരങ്ങളും ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി പങ്കെടുത്തവരുടെ 12ഓളം ദഫ് മത്സരവും ഉണ്ടായിരുന്നു. മാട്ടുമൽ ദഫ് സംഘം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഷർഫുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഷിഹാബ് മുസ്ലിയാർ സ്വാഗതവും സംഘടനാ ട്രഷറർ നജാത്ത് നന്ദിയും പറഞ്ഞു. സെക്രട്ടറി ഷിബിൽ, അമീർ സഫ്വാൻ, ഷുഹൈബ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ വിദ്യാർത്ഥികളെ മന്ദലാകുന്ന് പ്രിയദർശിനി കാരുണ്യ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകി അനുമോദിച്ചു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ
വിദ്യാർത്ഥികളായ കൃഷ്ണപ്രിയ, ദിയ, ഫാത്തിമ എന്നിവരാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ കബഡി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചത്. കടിക്കാട് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിയദർശിനി കാരുണ്യ ഫൗണ്ടേഷൻ ഭാരവാഹികളായ AM അലാവുദ്ദീൻ, മൂസ ആലത്തയിൽ, MK അബൂബക്കർ, NV ഫവാസ്, ആഷിഫ് മന്ദലാങ്കുന്ന്, സ്കൂളിലെ അധ്യാപകരായ നാസർ മാസ്റ്റർ, ബിന്ദു, ഫൗസിയ, സീമ, രഹന, റസിയ തുടങ്ങിയവർ സംബന്ധിച്ചു. കടിക്കാട് സ്കൂളിലെ കായികാധ്യാപകൻ നാസർ മാസ്റ്ററെയും ഫൗണ്ടേഷൻ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ലോക അധ്യാപക ദിനത്തിന്റെ ഭാഗമായി തൃശൂർ 24 കേരള ബറ്റാലിയൻ NCCയുടെ നേതൃത്വത്തിൽ ദേശീയ അധ്യാപക അവാർഡിനർഹയായിട്ടുള്ള M. പത്മിനി ടീച്ചറെ ആദരിച്ചു. ടീച്ചറുടെ വീട്ടിലെത്തിയാണ് കമാൻഡിംഗ് ഓഫീസർ കേണൽ MT ബ്രിജേഷ് പൊന്നാടയും ഉപഹാരവും നൽകി ആദരം അർപ്പിച്ചത്. മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ മുൻ പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ് K. ജോസഫ് അധ്യാപക ദിന സന്ദേശം നൽകി. 24 കേരള ബറ്റാലിയനിലെ ജഗ്രൂപ് സിംഗ്, CL ലിനേഷ്, ഡെന്നീസ് ഡേവിസ് എന്നിവർ ആശംസകൾ നേർന്നു. സൈനിക ഓഫീസർമാർക്ക് പുസ്തകവും പൊന്നാടയും നൽകിയാണ് ടീച്ചർ യാത്രയാക്കിയത്. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ SFA പാലക്കാട് ജില്ലാ സമ്മേളനം UP പുരുഷോത്തമൻ നഗറിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ടോപ്പ് സിംഗർ സീസൺ 4-ൽ 4-ാം സ്ഥാനം നേടിയ കൃഷ്ണ VS, ജില്ലയിൽ ഏറ്റവും മികച്ച ടൂർണമെന്റ് നടത്തിയതിന് മണ്ണാർക്കാട് മികച്ച ടീം ആയി തെരഞ്ഞെടുക്കപ്പെട്ട ലിൻഷ മണ്ണാർക്കാട്, ജനപ്രിയ ടൂർണമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ട CSA ചാലിശ്ശേരി എന്നിവയ്ക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. സംസ്ഥാന പ്രസിഡന്റ് KM ലെനിൻ മന്ത്രിക്ക് ഉപഹാരം നൽകി മുഖ്യപ്രഭാഷണവും നടത്തി. നമ്മൾ കണ്ടിട്ട് ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ സെവൻസ് ആണ്. ബാക്കിയുള്ള കമ്മിറ്റിയിൽ നാൽപ്പത്തി ട്രോഫി, ചാക്കോളാസ് ട്രോഫി തുടങ്ങിയ ധാരാളം ഫെഡറേഷൻ കപ്പ് ഒക്കെ കേരളത്തിൽ നടക്കുമ്പോൾ അവരുടെ കേൾക്കാൻ മാത്രമേ അവസരമുള്ളൂ. ദൂരെ പോയി കളിയൊന്നും നടക്കുന്നില്ല. ഇന്ന് ഫുട്ബോളിലേക്കുള്ള നമ്മുടെ കാഴ്ച കൂടുതൽ വിശാലമായിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന ഏത് പ്രധാന മത്സരങ്ങളും സ്പാനിഷ് പ്രീമിയർ ലീഗ് ആവട്ടെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആവട്ടെ, ക്ലബ് മത്സരങ്ങളെല്ലാം, പ്രധാന ലീഗ് മത്സരങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ സ്വീകരണങ്ങളിൽ നിന്ന് കാണാം എന്ന സൗകര്യമുണ്ട്. SFA ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചെറുട്ടി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, ജില്ലാ ജനറൽ സെക്രട്ടറി SP വാഹിദ് കുപ്പൂത്ത് എന്നിവർ സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സംഘാടക സമിതി ചെയർമാൻ MM അഹമ്മദുണ്ണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വിശിഷ്ടാതിഥികളെ ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു. ജില്ലാ ട്രഷറർ P. കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുൻ MLA VK ചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PMA സലാം, ദിനേശൻ എറവക്കാട്, സഹയാത്രാ ചെയർമാൻ VV ബാലകൃഷ്ണൻ, KR ബാലൻ, പഞ്ചായത്ത് അംഗങ്ങൾ, SFA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ TK സുനിൽകുമാർ സ്വാഗതവും അഷ്റഫ് കൂപ്പുത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന് സംഘാടക സമിതി പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, ചെയർമാൻ MA അഹമ്മദുണ്ണി, കൺവീനർ TK സുനിൽകുമാർ, ട്രഷറർ TK മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങൾക്കായി പഠന ക്ലാസ് നടത്തി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർമാരായ SJ ശ്രീജിത്ത്, KM സുഭാഷ് എന്നിവർ ക്ലാസ് നയിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ G സനൽ നന്ദി പറഞ്ഞു. പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന ഗാന്ധി സ്മൃതി 2024 സമാപന സമ്മേളനം അക്കിക്കാവ് PSM ഡെന്റൽ കോളേജിൽ കുന്നംകുളം SI ജ്യോതിഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് സ്റ്റാഫ് പ്രതിനിധി ഡോക്ടർ R. രാഹുൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ PG മുഖ്യ സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് N. ഗാന്ധി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു NR ഗാന്ധി മരം കോളേജ് അധികൃതർക്ക് കൈമാറി. കോളേജ് യൂണിയൻ ചെയർമാൻ അഖിലേഷ്, വൈസ് പ്രിൻസിപ്പാൾ ഹനീസ് അഹമ്മദ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ K, സിവിൽ എക്സൈസ് ഓഫീസർ റാഫി, ഡെന്നീസ് മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി സ്മൃതി ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി വൃക്ഷത്തൈയും സർട്ടിഫിക്കറ്റും വേദിയിൽ വിതരണം ചെയ്തു. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ലോക ജന്തുദിനം ആചരിച്ചു. സെന്റ് മേരീസിലെ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. വിവിധ തരത്തിലുള്ള ഓമനകളായ വളർത്തുമൃഗങ്ങൾ, വൈവിധ്യമാർന്ന ലവ് ബേഡ്സ്, തത്ത, കുതിര എന്നിവയെ അണിനിരത്തി സ്കൂൾ അങ്കണം മനോഹരമാക്കിയിരുന്നു. സെന്റ് മേരീസ് നഴ്സറിയിലെ കുരുന്നുകൾ വിവിധ വർണ്ണത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടി
തങ്ങളുടെ ഓമന മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊപ്പം നടത്തിയ റാമ്പ് വാക്ക് മനോഹരമായി. UKG വിദ്യാർത്ഥി തന്റെ കുതിരപ്പുറത്ത് സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് വേറിട്ട അനുഭവമായി. മൃഗങ്ങളെ സ്നേഹിക്കുന്നതിന്റെയും സംരക്ഷിക്കുന്നതിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്ന പ്ലക്കാർഡുകളുമായി കുട്ടികൾ ദിനാചരണത്തിൽ പങ്കുചേർത്തു. മൃഗങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സെന്റ് മേരീസ് പ്രിൻസിപ്പൽ റീന ഡേവിസ് സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ മുല്ലപ്പള്ളി കുന്നിലെ അനധികൃത മണ്ണെടുപ്പിനെതിരെ വെൽഫെയർ പാർട്ടി രംഗത്ത്. ജിയോളജി വകുപ്പ്, RDO, കളക്ടർ, പരിസ്ഥിതി മന്ത്രാലയം തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. കാലങ്ങളായി പാറ ഖനനവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുല്ലപ്പള്ളി പ്രദേശത്തുകാർ മേഖലയിൽ നിന്നും മണ്ണെടുപ്പും കൂടിയാകുന്നതോടെ കടുത്ത ആശങ്കയിലാണ്. വഴിയിൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ്, സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ്, വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ, മൊയ്തീൻ ബാവ, അബ്ദുൾ ഫത്താഹ് എന്നിവർ പങ്കെടുത്തു. വെള്ളാറ്റഞ്ഞൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ഒക്ടോബർ 12, 13 തീയതികളിൽ ഇടവക മധ്യസ്ഥയായ ഫാത്തിമ മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നതിനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വികാരി ഫാദർ സൈമൺ തേർമഠം, കൈക്കാരന്മാരായ ജോസ് പുറത്തൂർ, പ്രിൻസ് മുരിങ്ങാത്തേരി, സേവിയർ കുറ്റിക്കാട്ട്, ജോസഫ് പഴങ്കൻ, തിരുനാൾ ജനറൽ കൺവീനർ ഷാജു പുറത്തൂർ എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ കോട്ടപ്പടി സ്റ്റോറീസിന്റെ ആഭിമുഖ്യത്തിൽ ബാൻഡ് കലാകാരന്മാരെ ആദരിച്ചു. 15-ാം വയസ്സിൽ ബാൻഡ് ലോകത്ത് വിസ്മയം തീർക്കുന്ന സംഗീതിനും 18-ാം വയസ്സിൽ ബാൻഡ് സെറ്റിലെ റോട്ടോ അടിക്കുന്ന വൈപ്പർ മച്ചാനും കേരളത്തിലെ ബാൻഡ് വാദ്യസംഘത്തിലെ ഏറ്റവും ഉയരം കൂടിയവനെന്ന ഖ്യാതിയുള്ള പ്രദീപിനുമാണ് കോട്ടപ്പടി സ്റ്റോറീസ് ആദരവ് നൽകിയത്. ഫാദർ നിബിൻ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റും കോട്ടപ്പടി പള്ളി കൈക്കാരനുമായ സെബി താണിക്കൽ ഉപഹാരം സമ്മാനിച്ചു. തിരുവനന്തപുരം ഗ്രേസ് മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ, കോട്ടപ്പടി സ്റ്റോറീസ് അംഗങ്ങൾ, ബാൻഡ് ഫാൻസ് കോട്ടപ്പടി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ബാൻഡ് കലാകാരന്മാരുടെ അവതരണവുമുണ്ടായി. കോട്ടപ്പടി സ്റ്റോറീസ് ഭാരവാഹികളായ ഷിജു മാസ്റ്റർ, ആൽവിൻ കോട്ടപ്പടി, ആദം കോട്ടപ്പടി എന്നിവർ നേതൃത്വം നൽകി. റിൻഷാദ് സഹായ നിധിയിലേക്ക് ഒരുമണിയൂർ മർച്ചന്റ് അസോസിയേഷന്റെ കൈത്താങ്ങ്. 3 മാസം മുമ്പ് കുണ്ടുകടവിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് റിൻഷാദ് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹായനിധി ചെയർപേഴ്സണും ഒരുമണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജിത സന്തോഷിന് മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KJ ചാക്കോ തുക കൈമാറി. മർച്ചന്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി EK ജോസ്, നിഷാദ്, റിൻഷാദ്, സഹായനിധി ട്രഷറർ ഫസലുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. മർച്ചന്റ് അസോസിയേഷൻ നമ്മുടെ ഏത് പ്രാദേശിക പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. മുമ്പ് ഒരു ചികിത്സാ സഹായ നിധികൾ ശ്രുതി ചികിത്സാ സഹായ നിധിയിലേക്ക് വലിയൊരു സംഭാവന നൽകി ആ കുട്ടിക്ക് താങ്ങും തന്നെയായി നിന്നിരുന്നതാണ്. ഇപ്പോൾ റിൻഷ ചികിത്സാ സഹായ നിധിയിലേക്ക് വലിയൊരു സംഭാവന വന്ന് ജനകീയ സമിതിയിൽ കൂടെ നിന്നുകൊണ്ട് വലിയൊരു സംഭാവനയാണ് അവർ നൽകിയിരിക്കുന്നത്. ഈ സംഭാവനയ്ക്ക് റിൻഷ ചികിത്സാ സഹായ നിധിയുടെ അധ്യക്ഷനാണെങ്കിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കീഴൂർ കാർത്തേനി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 4 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് നവരാത്രി ആഘോഷത്തിന് തുടക്കമായത്. നവരാത്രി മണ്ഡപത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ആരംഭിച്ച ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ഉപദേശക സമിതി പ്രസിഡന്റ് PG റോയ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, ദേവസ്വം ഓഫീസർ അന്തിക്കാട് രാമചന്ദ്രൻ, സമിതി സെക്രട്ടറി മധു K നായർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യകാല ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ MR സുബ്രഹ്മണ്യൻ, PK അശോകൻ, ഏറത്ത് വിശ്വംഭരൻ എന്നിവരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു.
ലോക അധ്യാപന ദിനത്തിൽ റിട്ടയർഡ് AEO MK ശാന്ത ടീച്ചറെ കുന്നംകുളം മനസ്സ് ഫോട്ടോ ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ പൊന്നാട ചാർത്തി ആദരിച്ചു. ചടങ്ങിൽ മനസ്സ് ഫോട്ടോ ക്ലബ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര, കൺവീനർ സുനിത ഷൈജൻ എന്നിവർ സംസാരിച്ചു. ഷിജി ഭാസി, പ്രദീപ് മാസ്റ്റർ, റിട്ടയർഡ് അധ്യാപിക അനിത PK, അനിത ഉണ്ണികൃഷ്ണൻ, സന്തോഷ്, പ്രജിഷ സന്തോഷ്, ബിന്ദു എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ആരംഭിച്ചു. സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ഇരട്ടപ്പുഴ ജയഭാരത് ക്ലബ്ബ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര കോൽക്കളി നടന്നു. ക്ലബ്ബ് വനിതാവേദി കോർഡിനേറ്റർ ഷൈബി വിൽസൺ നേതൃത്വം നൽകി 14 പേർ അടങ്ങുന്ന സംഘമാണ് തിരുവാതിര കോൽക്കളി അവതരിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലേക്ക് ആവശ്യമായ പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി മണലൂർ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹുണ്ടിക പിരിവ് നടന്നു. കാരമുക്ക് ലോക്കലിലെ കണ്ടശാങ്കടവ് അങ്ങാടിയിൽ നടന്ന ഹുണ്ടിക പിരിവിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA നേതൃത്വം നൽകി. പാർട്ടി ഏരിയ സെക്രട്ടറി CK വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ലോക്കൽ സെക്രട്ടറി VV പ്രഭാത്, MV ഷാജി, PB സുരേഷ്, MB മോഹനൻ, CA മുരളി, പഞ്ചായത്ത് അംഗം സിമി പ്രദീപ്, കാരമുക്ക് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ഗേൾസ് ഗോൾഡ് മെഡൽ ജേതാക്കളായ തൃശൂർ ജില്ലാ ടീമിൽ ഇടം നേടിയ ദിയ ഫാത്തിമയെ SDPI പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. പാർട്ടി പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കരിയ പൂക്കാട്ട് മൊമെന്റോ നൽകി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി അംഗം യഹിയ മന്ദലാങ്ങുന്ന്, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബൈർ, ജോയിന്റ് സെക്രട്ടറി തൗഫീഖ് കിണർ, ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ എന്നിവർ സംബന്ധിച്ചു. മന്ദലാങ്ങുന്ന് കിണർ സ്വദേശികളായ പെരുവഴിപ്പുറത്ത് ഷുക്കൂർ ഷെമീന ദമ്പതികളുടെ മകളായ ദിയ ഫാത്തിമ കടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം അഞ്ഞൂർ അങ്ങാടിയിൽ മുൻ താമസക്കാരനായ മാറോക്കി തോമസ് മകൻ ജോസഫ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം മുണ്ടൂർ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജിനോ, ജിൻസി, ജിസ്മ എന്നിവർ മക്കളാണ്. നെല്ലുവായ് കൈക്കുളങ്ങര വാരിയം പരേതനായ കുഞ്ഞൻ വാരിയർ ഭാര്യ ലക്ഷ്മിക്കുട്ടി വാരസ്യാർ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. ശശികല, നന്ദകുമാർ, പരേതനായ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു. തളി പിലാക്കാട്, കുണ്ടന്നൂർ, ചീരമ്പത്തൂർ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പന്നിശല്യം ഒഴിവാക്കാനായി സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റാണ് ഇരുവരും മരിച്ചതെന്ന് പ്രാഥമിക നിഗമനം. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരിവേട്ട. 18 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 4 പേർ അറസ്റ്റിൽ. ചാവക്കാട് എടക്കഴിയൂർ ചിന്നക്കൽ ഷാഫി, അകലാട് മുന്നേനി കളപ്പുരയ്ക്കൽ അക്ബർ, അണ്ടത്തോട് വലിയകത്ത് നിയാസ്, പാലയൂർ മരക്കാർ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ PM പ്രവീണും തൃശൂർ കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. പുതുതലമുറ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണമെന്ന് K രാധാകൃഷ്ണൻ MP. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും കിടങ്ങൂർ പാടശേഖര സമിതിയും ജ്ഞാനോദയം ഗ്രന്ഥശാലയും സംയുക്തമായി നടത്തിയ ഞാറുനടിയിൽ മഹോത്സവം MP ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M ജോണി എന്നിവരാണ് സമരം നടത്തുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നയൂർ എടക്കര പുത്തൻതറയിൽ അഷ്റഫിനെയാണ് കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.